മാടായി കോളേജ് നിയമന തർക്കത്തിൽ എം.കെ. രാഘവൻ എം.പിയെ തടഞ്ഞതിന് നടപടിക്ക് വിധേയരായവർ പ്രതിപക്ഷ നേതാവിനെ കണ്ടു. കണ്ണൂർ ഗസ്റ്റ് ഹൌസിലെത്തിയാണ് വി.ഡി. സതീശനെ കണ്ടത്. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം നേതാക്കളുമായി ചർച്ച ചെയ്യാമെന്ന് വി.ഡി. സതീശൻ നടപടിക്ക് വിധേയരായവർക്ക് ഉറപ്പ് നൽകി. മാടായി കോളേജിലെ നിയമന തർക്കം കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനെ ആകെ ഉലച്ചിരിക്കെയാണ് എം.പിയെ തടഞ്ഞതിന് നടപടി നേരിട്ടവർ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കണ്ടത്. ബുധനാഴ്ച രാവിലെ കണ്ണൂർ ഗസ്റ്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. കോൺഗ്രസ് കുഞ്ഞുമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ.വി. സതീഷ് കുമാർ, കെ.പി. ശശി, വി.വി. പ്രകാശൻ, നിതീഷ് ബാലകൃഷ്ണൻ എന്നിവരാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ടത്. മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ നടപടിക്ക് വിധേയരായവർ പ്രതിപക്ഷ നേതാവിനെ ധരിപ്പിച്ചു. ഇത് സംബന്ധിച്ച് നേരത്തെ നേതൃത്വത്തിന് പരാതി നൽകിയ കാര്യവും ഇവർ പറഞ്ഞു. പരാതിയിൽ പറഞ്ഞ ആളുകൾക്ക് തന്നെയാണ് നിയമനവും ലഭിച്ചത്. മാനദണ്ഡം നോക്കിയാണ് നിയമനം എന്ന് പറയുന്നത് തെറ്റാണ്. റാങ്ക് ലിസ്റ്റ് പോലും ആരും കണ്ടില്ല. എം.കെ. രാഘവൻ എം.പി ഉയർത്തിയ വാദങ്ങളെയെല്ലാം തള്ളിയാണ് ഇവർ പ്രതിപക്ഷ നേതാവിനെ കാര്യങ്ങൾ ധരിപ്പിച്ചത്. എം.പിയെ തടയുകയായിരുന്നില്ല, പരാതി പറയാൻ എത്തിയതായിരുന്നുവെന്നും ഇവർ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചു. എം.പിയാണ് തങ്ങളോട് തട്ടിക്കയറിയതെന്നും ഇവർ പറഞ്ഞു. നടപടി പിൻവലിക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചു. മാടായി കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷ നേതാവിനെ ധരിപ്പിച്ചതായി നടപടിക്ക് വിധേയരായവർ പറഞ്ഞു. വിഷയം പഠിച്ചു മറുപടി നൽകാമെന്നാണ് വി.ഡി. സതീശൻ നടപടിക്ക് വിധേയരായവരോട് പറഞ്ഞത്. എം.കെ. രാഘവൻ എം.പി ഉൾപ്പെട്ട വിഷയമായതിനാൽ എ.ഐ.സി.സിയുടെ നിലപാടും നിർണായകമാണ്. മറ്റ് നേതാക്കളുമായി വിഷയം ചർച്ച ചെയ്ത ശേഷം തീരുമാനം അറിയിക്കാമെന്നും അതുവരെ പ്രതിഷേധങ്ങൾ ഒഴിവാക്കണമെന്നും വി.ഡി. സതീശൻ നടപടിക്ക് വിധേയരായവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.